ഹലോ എവ്രി വൺ അസ്സാമു അലൈക്കും. ഇന്നൊരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാൾ എല്ലാവരും ഉഷാറാക്കിയില്ലേ? അപ്പോൾ പെരുന്നാളിന് ഇൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറ്. നിങ്ങളുടെയൊക്കെ ഡ്രസ്സിൻ്റെ കളർ എന്തെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യും. ഗെറ്റ് റെഡി വിത്ത് മീ ആകുമ്പോൾ നമ്മുടെ പ്രധാന ഘടകം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തുടങ്ങുന്നത്. ആ ടൈമിൽ റൂമിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തതാണ്. അതാണ് മുഖത്ത് ഇടക്കിടക്ക് വെയിൽ വന്നു പോണത്. ഇപ്രാവശ്യം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ആക്കിയില്ല. ഫൗണ്ടേഷൻ യൂസ് ആക്കാതെ കൺസീലർ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. കൺസീലർ തന്നെ ഫൗണ്ടേഷൻ ഇടണ പോലെ ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ആദ്യം ഇട്ടപ്പോൾ പാളിയോ എന്ന് വിചാരിച്ചു, കാരണം നല്ല ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്ത് അതങ്ങോട്ട് റെഡിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേനും കണ്ണിൻ്റെ ഒരു ഏകദേശം കൊത്തുപണികൾ കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ കുറച്ച് ബ്ലഷും ഹൈലൈറ്ററൊക്കെ ആവാം. പിന്നെ ഈ വെയിൽ വന്നിട്ട് ഡയറക്റ്റ് മുഖത്ത് കടിക്കണോട്ട് എനിക്കൊന്നും നേരെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കോമ്പാക്റ്റിലുള്ള മിററിൽ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ പെരുന്നാളല്ലേ, അപ്പോൾ കുറച്ച് ദേശീയ വൈബൊക്കെ ആവാം. ഞാൻ കുറച്ച് വളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു ചെറിയ ഇയറിംഗ് ആണ്, ഇത് ഉമ്മാൻ്റെയാണ്. ഉമ്മാക്ക് വേണ്ടായിരുന്നപ്പോൾ പിന്നെ ഞാൻ എടുത്തു. പിന്നെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ മെയിൻ സാധനം വേണമല്ലോ, ലിപ്സ്റ്റിക്. അതും കൂടി അപ്ലൈ ചെയ്താൽ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എന്ന് പറയാൻ. ഇപ്പം ഏകദേശം എല്ലാം സെറ്റ് ആയിക്കോളൂ. ഇനി ആ ഷാളും കൂടി ഒന്ന് സെറ്റാക്കിയാൽ ഓക്കെ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ ലുക്ക്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെറിയ വെയിൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നോട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഞാൻ 100 ഫോട്ടോസും വീഡിയോസും എടുത്ത് കൂട്ടിക്കണു. പിന്നെ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സാൻഡിൽസ് ആണ് പെയർ ചെയ്യണത്. എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടി ഇത് മാച്ച് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. അപ്പോൾ എൻ്റെ ഈദ് മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.